നമ്മുടെ രാജ്യത്തെ എണ്ണ ഗ്യാസ് പ്രതിസന്ധി പോലെ തന്നെ രൂക്ഷമായ മറ്റൊരു പ്രതിസന്ധിയും വരാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളുടെ രാജ്യം ഇപ്പോൾ ഒരു വലിയ നീക്കം തന്നെ തുടങ്ങി വെച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഈ ക്രൂഡ് ഓയിൽ വരവ് അതിപ്പോൾ സുഗമമായി മുൻപോട്ട് പോകുന്നു. അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗ്യാസിന്റെ കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും ഉടൻ പരിഹരിക്കുന്ന തരത്തിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഗ്യാസ് കയറ്റിയ കപ്പലുകളും മറ്റും ഇവിടെ എത്തുകയാണ്. പക്ഷേ ഇതിനിടയിൽ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള വളം, ഈ വളത്തിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് LPG തന്നെയാണ്. ഈ LPG എത്താതായതോടുകൂടി യൂറിയ ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ നിലച്ചു പോകുന്ന ഘട്ടത്തിലാണ് ചില സ്ഥലങ്ങളിലെങ്കിലും. കാരണം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ കാർഷിക സമയം കൂടിയാണ്, കാർഷിക വൃത്തിയുടെ ഒരു സമയം സ്റ്റാർട്ടിംഗ് സമയം കൂടിയാണ്. ഈ സമയത്തേക്ക് കൂടുതൽ വളം ആവശ്യമുണ്ട്. അപ്പോൾ യൂറിയ ഉൽപ്പാദിപ്പിക്കാനും അത് കൂടുതൽ നമ്മുടെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് വലിയ നീക്കം തന്നെ നടത്തേണ്ട സാഹചര്യം. കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇനി അതിനുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ചൈനയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അവർ പറയുന്നത് വളം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് ചൈന ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ആ നിയന്ത്രണങ്ങൾ ഇളവാണ് ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ചൈന നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യവും ഇത്തരം ചർച്ച നടന്ന കാര്യവും ചൈനയും ഇന്ത്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ലോക ഭക്ഷ്യ നൈട്രജൻ വളമായ യൂറിയയുടെ വില യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ വലിയ രീതിയിൽ ഉയരുകയും ചെയ്തിരുന്നു. അതായത് വളം ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയിലെ കർഷകരെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഘടകമാണ്. അതായത് ഗ്യാസ് പോലെ ക്രൂഡ് ഓയിൽ പോലെ തന്നെ വളവും നമുക്ക് അനിവാര്യമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ചൈനയുമായിട്ട് നടന്ന ഈ ഒരു വലിയ നീക്കം. ചൈനയിൽ നിന്ന് വലിയ അളവിൽ തന്നെ യൂറിയ എത്തിക്കാനുള്ള ഒരു നീക്കമാണ്. ഇതിനു മുൻപ് വ്ളാഡിമിർ പുടിൻ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മളുടെ പ്രധാന ഒരു ഡിമാൻഡുമായിരുന്നു. അതനുസരിച്ച് ഇന്ത്യയിലെ 4 കമ്പനികൾക്ക് റഷ്യയിൽ അവരുടെ പ്ലാന്റുകൾ തുറക്കാനുള്ള അനുമതിയും റഷ്യ നൽകിയിരുന്നു. ഏതായാലും ഒരു വലിയ നീക്കം. പക്ഷേ ഈ നീക്കത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇന്ത്യ ഈ അടുത്ത സമയത്ത് ചൈനയിലെ ചില കമ്പനികൾക്ക് വലിയ ഇളവ് നൽകിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ യൂറിയ വലിയ രീതിയിൽ തന്നെ ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു.